യോഗിയുടെ അടിവേരൊളിക്ക് സംഭവമായിരുന്നു ഹത്രാസ് കൂട്ടബലാത്സംഗ കേസ്. ഒരു പാവപ്പെട്ട ദളിത് പെൺകുട്ടിയെ പിച്ചു ചീന്തി അവസാനം അവളെ മരണത്തിന് വിട്ടുകൊടുത്തവരെ ഈ രാജ്യത്തിന്റെ നിയമം വെറുതെ വിട്ടപ്പോൾ ഇത് ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ രാഹുൽ ഗാന്ധിയും പ്രതികരിച്ചു പോയി. ആ പ്രതികരണത്തിലാണ് കാലങ്ങൾക്കിപ്പുറം അദ്ദേഹത്തിന്റെ തലയിൽ 1.5 കോടി രൂപയുടെ ബാധ്യത കെട്ടിവെക്കാൻ കച്ച കിട്ടുന്നത്. സർവം ജയിച്ച സന്തോഷത്തിൽ 3 പേരും ഇറങ്ങിപ്പോയപ്പോൾ രാഹുൽ തന്റെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇത്രമാത്രം: ഇരയുടെ കുടുംബം ഒതുങ്ങിക്കൂടിയിരിക്കുന്നു, പ്രതികൾ സ്വതന്ത്രരായി വിഹരിക്കുന്നു. ഈ വാക്കിനാണിപ്പോൾ മാനനഷ്ടം എന്ന അലങ്കാരം നൽകിക്കൊണ്ട് രാഹുലിന് മേൽ കുതിര കയറുന്നത്. പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, 2020 ഹത്രാസ് കൂട്ടബലാത്സംഗ കേസിൽ കുറ്റവിമുക്തരാക്കപ്പെട്ട 3 പേർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് എംപിയുമായ രാഹുൽ ഗാന്ധിക്കെതിരെ 1.5 കോടിയുടെ മാനനഷ്ട കേസാണ് ഫയൽ ചെയ്തിരിക്കുന്നത്. കുറ്റവിമുക്തനാക്കിയതിനു ശേഷം തന്റെ കക്ഷികളുടെ പ്രശസ്തിക്ക് കളങ്കം വരുത്തി, ശിക്ഷാർഹമായ കുറ്റമാണ് ഇതെന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് പ്രതികരിക്കാൻ 15 ദിവസത്തെ സമയം നൽകിക്കൊണ്ടാണ് കേസ് നൽകിയിരിക്കുന്നത്. കൂടാതെ അന്വേഷണത്തിന് നിഷ്പക്ഷതയെ ബാധിക്കുന്ന തരത്തിൽ രാഷ്ട്രീയ നേട്ടത്തിനായി കോൺഗ്രസ് ഉൾപ്പെടെ നിരവധി കക്ഷികൾ ഇടപെട്ടുവെന്നും 3 വേണ്ടി നോട്ടീസ് അയച്ച മുതിർന്ന അഭിഭാഷകൻ മുന്ന സിംഗ് പുൻഠർ പറഞ്ഞു. കൂട്ടമായി ചെയ്തൊരു തെറ്റിനെ കൂട്ടമായി ശിക്ഷിക്കാതെ അന്നത്തെ യോഗി സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ട് പുറത്തേക്ക് വിട്ട തെറ്റിനോളം വരുന്നതല്ല രാഹുലിന്റെ വാക്കുകൾ എന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. 2020 സെപ്റ്റംബർ 14-നായിരുന്നു 4 പേർ ചേർന്ന് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. അമ്മയ്ക്കും സഹോദരനുമൊപ്പം പുല്ലുവെട്ടുകയായിരുന്ന പെൺകുട്ടിയെ വലിച്ചിഴച്ചു കൊണ്ടുപോവുകയായിരുന്നുവെന്ന് പെൺകുട്ടി പോലീസിന് മൊഴി നൽകിയിരുന്നു. 2 ആഴ്ചയ്ക്കകം സെപ്റ്റംബർ 29-നായിരുന്നു ഡൽഹിയിലെ ആശുപത്രിയിൽ വെച്ച് പെൺകുട്ടി മരിക്കുന്നത്. എന്നാൽ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ മൃതദേഹം കുടുംബത്തിന്റെ സമ്മതമില്ലാതെ രാത്രി തന്നെ പോലീസ് ദഹിപ്പിച്ചത് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായിരുന്നു. യോഗി ആദിത്യനാഥ് സർക്കാരിനെതിരെ രാജ്യവ്യാപകമായ വിമർശനങ്ങൾക്ക് ഉണ്ടാക്കിയ സംഭവമായിരുന്നു ഹത്രാസ് വിഷയം. കേസിലുടനീളം UP പോലീസിന്റെ ഭാഗത്തു നിന്നും വീഴ്ചകൾ ഉണ്ടായതായും ആക്ഷേപം ഉയർന്നിരുന്നു. ശേഷം ദളിത് യുവതിയുടെ കൂട്ടബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ മുഖ്യപ്രതി മാത്രം കുറ്റക്കാരനാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോടതി മറ്റു 3 പ്രതികളെയും ഉത്തർപ്രദേശ് പ്രത്യേക കോടതി കുറ്റവിമുക്തനാക്കുകയായിരുന്നു. ഉത്തർപ്രദേശിലെ SC/ST പ്രത്യേക കോടതിയുടേതായിരുന്നു വിധി. മുഖ്യപ്രതിയായ സന്ദീപ് താക്കൂറിനെ കൊലപാതകത്തിന് തുല്യമല്ലാത്ത ക്രൂരമായ നരഹത്യക്കാണ് ശിക്ഷിച്ചത്. SC/ST വിഭാഗക്കാർക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയൽ നിയമം എന്നീ വകുപ്പുകളായിരുന്നു CBI പ്രതികൾക്ക് മേൽ ചുമത്തിയിരുന്നത്. എന്നാൽ ഇവർക്ക് മേൽ കൊലപാതകമോ ബലാത്സംഗമോ ചുമത്താൻ പ്രത്യേക കോടതി തയ്യാറായില്ല. മുഖ്യപ്രതി സന്ദീപ് താക്കൂറിനെ ശിക്ഷിച്ചിരിക്കുന്നത് ബലാത്സംഗ കുറ്റത്തിനോ കൊലപാതകത്തിനോ അല്ല എന്നും അതിലും കുറഞ്ഞ വകുപ്പാണ് ചുമത്തിയിരിക്കുന്നതെന്നും ഉദ്യോഗസ്ഥർ അന്നേ അറിയിച്ചിരുന്നതാണ്. സന്ദീപിന്റെ അമ്മാവൻ രവി, സുഹൃത്തുക്കളായ ലവ്കുഷ്, രാമു എന്നിവരെയായിരുന്നു കോടതി കുറ്റവിമുക്തരാക്കിയത്. തിടുക്കപ്പെട്ട് ശവസംസ്കാരം നടത്തിയതിനെ അങ്ങേയറ്റം സെൻസിറ്റീവ് വിഷയമായി വിശേഷിപ്പിച്ച അലഹബാദ് ഹൈക്കോടതി ഒക്ടോബറിൽ സ്വമേധയാ കേസ് എടുക്കുകയായിരുന്നു. അന്വേഷണം 2020 ഒക്ടോബറിൽ CBIക്ക് കൈമാറി. 4 പ്രതികൾക്കുമെതിരെയും 2020 ഡിസംബറിൽ CBI കുറ്റം സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ഇത്രയൊക്കെ യോഗി സർക്കാരിന് ഒപ്പിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടാണ് വെറും ഒരു പോസ്റ്റിന്റെ പേരിൽ രാഹുൽ ഗാന്ധിക്കെതിരെ 1.5 കോടിയുടെ കേസ് നൽകിയിരിക്കുന്നത് എന്നതാണ് ഇവിടുത്തെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യവും. ഒരു ഗണപതി ഹോമം ചെയ്യുന്നതിന് തുല്യമായ പഞ്ചഗവ്യ വിളക്ക്, പശുവിന്റെ ഗോമൂത്രം, ചാണകം, നെയ്യ്, പാല്, തൈര്, ഈ ഒരു വിളക്ക് വീടുകളിൽ കത്തിച്ചു വെച്ചാൽ ഐശ്വര്യം ഉണ്ടാകുമെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. കർപ്പൂരം ഉൾപ്പെടെ ഈ കടയിൽ കിട്ടുന്ന എല്ലാ ഐറ്റംസും 100% ഓർഗാനിക് ആണ്. മിതമായ റേറ്റിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് കൂടിയാണിത്. ഡ്രൈ ഫ്രൂട്ട്സിന്റെയൊക്കെ ക്വാളിറ്റി ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാം. വാഗമണിൽ സ്വന്തം സ്ഥലത്ത് കൃഷി ചെയ്യുന്ന സ്പൈസസ് ആണ് ഇവരിവിടെ സെയിൽ ചെയ്യുന്നത്. മിതമായ റേറ്റിൽ ഇതെല്ലാം കൊടുക്കാനുള്ള കാരണവും അത് തന്നെയാണ്. ഞായറാഴ്ച മാത്രം ഉച്ചയ്ക്ക് 3 മണി വരെയും ബാക്കിയുള്ള ദിവസങ്ങളിൽ രാവിലെ 8:30 മണി തൊട്ട് രാത്രി 8:30 മണി വരെയാണ് ഈ കടയുടെ സമയം. ഓർഗാനിക് ഐറ്റംസ് മാത്രമല്ല, ഹോം മെയ്ഡ് ചോക്ലേറ്റ്സും നാടൻ നെയ്യ് വേണ്ടവർക്ക് അതും ഇവിടെയുണ്ട്. ഇവരുടെ ഫോൺ നമ്പർ വീഡിയോയുടെ അവസാനം ഞാൻ കൊടുക്കുന്നുണ്ട്. 5 കിലോമീറ്റർ വരെ ഇവരെ തന്നെ ഡെലിവറിയും ചെയ്യുന്നുണ്ട്. വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഏതെങ്കിലും ഐറ്റംസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നേരിട്ട് വന്നോ അവരുടെ ഫോൺ നമ്പർ മുഖാന്തരമോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ക്രിസ്മസ് ആയതുകൊണ്ട് ഹോം മെയ്ഡ് വൈനും ഇപ്പോൾ ഇവിടെയുണ്ട്. ഇത് ചെറിയൊരു കടയാണ്, കുറച്ച് ലേഡീസ് ചേർന്നാണ് ഇത് നടത്തുന്നത്. തിരുവനന്തപുരം വല്യശാല ജ്യോതിപുരം ലേനിലാണ് വാഗമൺ സ്പൈസസ് എന്ന ഈ കടയുള്ളത്. ഗൂഗിൾ മാപ്പിലും കടയുടെ ലൊക്കേഷൻ കിട്ടുന്നതാണ്.